ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണേ. അപ്പോൾ കുറച്ച് വിശേഷങ്ങളൊക്കെ ചേർത്തിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. അപ്പോൾ കാലത്ത് ഞാനൊരു 3 മണിക്ക്, ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് ഉറക്കം തീരെ ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ എഴുന്നേറ്റ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് മീനും ബീഫൊക്കെ ഇന്ന് വെക്കണമായിരുന്നു. അപ്പോൾ അത് ഒക്കെ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം ഒരു പിന്നെ ഞാൻ പറഞ്ഞില്ലേ വെളുപ്പിനെയാണ്, അപ്പോഴേക്കും ഒരു 3:30 ആയിട്ടേ ഉണ്ടായിരുന്നുള്ളേ. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് 2-3 കുർത്താസ് വീട്ടിടാനും അത്യാവശ്യം പുറത്തിടാനും ഒക്കെ ആയിട്ടുള്ള കുർത്തീസ് തയ്ക്കണമായിരുന്നു. അപ്പോൾ അത് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്ത് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ട് ബാക്കിയുള്ള നേരം വെളുത്തിട്ട്, കാരണം ഇതൊക്കെ ഒന്ന് മെൽറ്റ് ആവണമല്ലോ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ തുണി കട്ട് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. അപ്പോൾ പ്രിൻസസ് കട്ട് ടൈപ്പിലുള്ള ഒരു കുർത്തി തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ വെട്ടാൻ വേണ്ടി വരയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ. സ്റ്റിച്ച് ചെയ്യുന്നത് എത്ര ചെയ്താലും ഞാൻ മടുക്കാത്ത ഒരിതാണ്. പക്ഷെ എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ ഭയങ്കര മോശമായതുകൊണ്ട് എനിക്കങ്ങനെ റെഗുലറായിട്ട് ഇരുന്നിട്ട് എപ്പോഴും ഇരുന്ന് തയ്ക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും എനിക്ക് കിട്ടുന്ന സമയത്ത് മുഴുവൻ ഞാനിരുന്ന് തയ്ക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എനിക്ക് എന്താ പറയുന്നത്, ഞാൻ എപ്പോഴും വീട്ടിൽ ഒറ്റയ്ക്കാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ ഒരു ലോൺലി ഫീലിംഗ് ഒക്കെ നന്നായിട്ട് കുറയുന്ന പോലെയും, പിന്നെ എന്താ പറയുന്നത്, നല്ല കോൺസെൻട്രേഷനൊക്കെ കിട്ടും. ആ ഒരു നമ്മുടെ ഒരു കുറേ എന്താ പറയുന്നത് ഒറ്റപ്പെടലൊക്കെ നമ്മൾക്ക് അങ്ങ് മറക്കാനായിട്ട് പറ്റും കേട്ടോ. അതുകൊണ്ട് ഞാനിരുന്ന് ഇങ്ങനെ ചെയ്യാറുണ്ട്. സ്റ്റിച്ചിങ് എനിക്ക് ഭയങ്കര എൻ്റെ ഒരു ഹോബിയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞാനിതൊക്കെ ഇരുന്ന് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ തുണിയൊക്കെ ഞാൻ ഇപ്പം വെട്ടുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഉടനെ തയ്ക്കുന്നൊന്നുമില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പോൾ കുറച്ച് സിറ്റ് ഡൗൺ വീഡിയോസ് ആണല്ലോ ചെയ്യാറുള്ളത്. അതിൽ ഞാൻ പറയുന്നത് മുഴുവൻ എൻ്റെ സ്റ്റോറീസ് ആണ് കേട്ടോ. അപ്പം എൻ്റെ സ്റ്റോറി എന്ന് പറയുമ്പോഴത്തേല് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഞാൻ കള്ളമൊന്നും അതിൽ ഒരു 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 വാക്ക് പോലും ഞാൻ കള്ളം പറയുന്നില്ല. കാരണം അങ്ങനെ കള്ളം പറഞ്ഞിട്ട് എനിക്കൊന്നും നേടാനില്ല. അപ്പോൾ കുറേ പേര് കമൻസിലൂടെ ഒരുപാട് ഇങ്ങനെ എന്താ പറയുന്നു, ചിലത് വീഡിയോ ആയിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ചിലർ പറയുന്നുണ്ട് ഫേക്ക് സ്റ്റോറി പറയുന്നുണ്ട്, യൂട്യൂബിൽ കൂടെ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്ന സ്റ്റോറിയാണെന്നൊക്കെ. എനിക്കങ്ങനെ യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി ജീവിക്കേണ്ട ഒരവസ്ഥ ഇപ്പോൾ ഇല്ല. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഈ കഥകളൊക്കെ നടക്കുന്ന സമയത്ത് എനിക്ക് നല്ല ബുദ്ധിമുട്ടും ദാരിദ്ര്യവും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ദൈവത്തിൻ്റെ കൃപ കൊണ്ട്, ദൈവത്തിൻ്റെ മാത്രം കൃപ കൊണ്ട് ഇന്ന് എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ല. ഇപ്പൊ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുൻപും ഞാൻ ജീവിച്ചിരുന്നില്ലേ. ഇനിയിപ്പോൾ ഇതില്ലെങ്കിലും ഞാൻ ജീവിക്കും. പക്ഷെ ഇതിന് ഒരു വരുമാനത്തിന് വേണ്ടി കള്ളക്കഥകൾ പറഞ്ഞുണ്ടാക്കി മറ്റുള്ളവരെ വിശ്വസിപ്പിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല. അങ്ങനെ പൈസ ഉണ്ടാക്കേണ്ട ആവശ്യം എനിക്കില്ല. കാരണം അങ്ങനെ ഉണ്ടാക്കുന്ന പൈസയൊന്നും നിലനിൽക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ പറയാറുണ്ടല്ലോ, ഇതിപ്പോൾ നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത ജീവിതങ്ങളും കാര്യങ്ങളും ഒക്കെ മറ്റുള്ളവർ പറയുമ്പോൾ നമുക്കതൊക്കെ കെട്ടുകഥകളായിട്ടേ തോന്നത്തുള്ളൂ. അല്ലാതെ അതൊരിക്കലും നമുക്ക് സത്യമായിട്ട് തോന്നത്തില്ല. അതുകൊണ്ട് ഈ ലോകത്ത് ഓരോ മനുഷ്യർക്കും ഇതിനേക്കാളും മോശമായിട്ടുള്ള, ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. അതൊക്കെ കള്ളമാണ് അവർ പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസിലൂടെ ഞാൻ ഒരിക്കലും ഒരു വാക്ക് പോലും കള്ളം പറയുന്നില്ല. അപ്പം ഇനി നമുക്ക് പ്രിപ്പറേഷൻസും ഇന്നത്തെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ മീനൊക്കെ മെൽറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഞാനൊന്ന് ചായയൊക്കെ ഇട്ട് സാഞ്ചേട്ടനും കൊടുത്തു. അതിനുശേഷം വന്നിട്ട് മീനൊക്കെ മെൽറ്റായി, അതൊക്കെ കഴുകിയെടുത്തു. എന്നിട്ട് ഇന്ന് രാവിലെ കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് കേട്ടോ, പുട്ടും ബീഫും കഴിക്കാനായിട്ട്. അപ്പോൾ പുട്ടുപൊടി ഇത് ഞാൻ സാധാരണ പൊൻകതിറിൻ്റെ പുട്ടുപൊടിയാണ് മേടിക്കുന്നത്. ഇപ്രാവശ്യം സാഞ്ചേട്ടൻ മേടിച്ചുകൊണ്ട് വന്നതാണ്. പക്ഷെ പൊൻകതിർ പോലത്തെ തന്നെയാണ്, നമ്മൾ ഈ കുതിർത്ത് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു പുട്ടുപൊടിയാണേ. അതിൻ്റെ ആ പേര് ഞാനങ്ങ് മറന്നുപോയി.
അപ്പോൾ ആ പുട്ട് ആണ്. അപ്പം എത്ര എമൗണ്ട് നമ്മൾ പൊടി ചേർക്കുന്നോ അത്രയും എമൗണ്ട് തന്നെ വെള്ളവും കൂടെ ഒഴിക്കുക. ഒഴിച്ചിട്ട് അതൊരു 20 മിനിറ്റ്സ് ഇങ്ങനെ കുതിർത്ത് വെക്കുക. കുതിർത്ത് വെച്ച് കഴിയുമ്പോഴേക്കും നല്ല പുട്ടാണ് കേട്ടോ കിട്ടുന്നത്. നല്ല സോഫ്റ്റ് പുട്ടായിട്ട് കിട്ടും. നമ്മളല്ലാതെ പൊടിപ്പിച്ചൊക്കെ എടുക്കുന്നതിൽ ഇത്രയും സോഫ്റ്റായിട്ട് പുട്ട് കിട്ടുന്നത് എനിക്കങ്ങനെ കിട്ടിയിട്ടില്ല. ഇങ്ങനത്തെ പുട്ടുപൊടിയിൽ ഉണ്ടാക്കുന്ന പുട്ടാണ്. നല്ല പുട്ടുമാണ്. പുട്ടിന് നല്ല ടേസ്റ്റും ഉണ്ടാവും. പുട്ട് കഴിക്കാനും മടുപ്പ് തോന്നത്തില്ല കേട്ടോ. അപ്പൊ അതിന് നനച്ചു വെച്ചു. എന്നിട്ട് മീൻകറിക്കുള്ള പരിപാടിയാണ് കേട്ടോ ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറയാറില്ലേ, മീൻകറിയൊക്കെ ഞാൻ എപ്പോഴും മൺചട്ടിയിലാണ് വെക്കാറ്. അപ്പോൾ മൺചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ചൂടായതിനു ശേഷം ഇത് ഞാൻ സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചോപ്പറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടാണ് ബാക്കി മസാലാസൊക്കെ ചേർക്കുന്നത്. അപ്പോൾ എനിക്ക് തൊണ്ടയ്ക്കൊക്കെ കുറച്ച് പ്രശ്നമുള്ള പോലെയുണ്ട്. എനിക്കിപ്പോൾ ഇച്ചിരി വയ്യായിക ഇപ്പോൾ വീണ്ടും വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാളെയും തിങ്കളാഴ്ച എങ്ങാനുമായിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി കാണിക്കണം. കാരണം ഇപ്പം തീരെ ഭയങ്കര ഒരു വയ്യായിക ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ശബ്ദത്തിലും അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ത്രോട്ടൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് മസാല കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുമാണ് കേട്ടോ ഞാൻ ചേർത്തേക്കുന്നത്. മല്ലിപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നതെന്ന് എപ്പോഴും ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ടല്ലോ. അപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ സ്മെല്ലൊക്കെ പോയതിന് ശേഷം ഒരു വലിയ തക്കാളി അത് നന്നായിട്ട് ഇത് ചോപ്പറിലിട്ട് തന്നെ ചോപ്പ് ചെയ്തതിന് ശേഷം അതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല, ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് ഇത് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ പച്ചമുളക് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തില്ല കേട്ടോ. അതല്ലാതെ കിടക്കുന്നതാണ് നല്ലത്. അതിനുശേഷം നന്നായിട്ട് തിളച്ച വെള്ളമാണ് ഞാനിതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മൾ മസാലയൊക്കെ ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലായിട്ട് നമ്മൾ തിളച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത്. അല്ലാതെ തണുത്ത വെള്ളം പൈപ്പ് വാട്ടർ ഒഴിക്കരുത് കേട്ടോ. ഞാനിത് ഇങ്ങനെ പറയുന്നത് ബിഗിനേഴ്സായിട്ട് ചെയ്യുന്ന കുട്ടികളുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത് കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അത് കറി ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂടി വെച്ചു കേട്ടോ. അതിനുശേഷം ഞാൻ ബീഫിന് വേണ്ടിയിട്ടുള്ള സവാളയാണ് കേട്ടോ ഈ അരിയുന്നത്. അപ്പോൾ അതിന് സവാളയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ നന്നായിട്ട് നമ്മുടെ കറിയൊക്കെ തിളച്ച് വന്നതിന് ശേഷം ഇത് കിളിമീനാണ് കേട്ടോ. അപ്പോൾ അത് അത്ര വലിയ കിളിമീനല്ലായിരുന്നു. അതുകൊണ്ട് ഞാനത് മുഴുവനെ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒന്ന് വരഞ്ഞും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും മസാല നന്നായിട്ട് മീനിന് ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഇങ്ങനെ വരയും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മീനിട്ടിട്ട് വീണ്ടും കറി തിളയ്ക്കാൻ വേണ്ടി വെച്ചു. ഞാൻ അതിനുശേഷം നമ്മുടെ ബീഫ് വയ്ക്കാനുള്ള മസാല അതിനുള്ള കാര്യങ്ങളാണ് കേട്ടോ ഈ അരിഞ്ഞു വെച്ചേക്കുന്നത്. അപ്പോൾ സവാള അരിഞ്ഞത് ചേർത്തു, കറിവേപ്പില, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി അതും കൂടി ഒരുമിച്ചിട്ട് നന്നായിട്ട് പ്രഷർ കുക്കറിൽ ഞാൻ ഡയറക്റ്റായിട്ട് വെക്കുവാണ്. അത് നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എണ്ണ കുറച്ച് കുറഞ്ഞു പോയി, അതുകൊണ്ട് കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു. എന്നിട്ട് ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് ബീഫും സവാളയും ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഇത് വഴറ്റാതെ നേരിട്ട് വെക്കുകയും ചെയ്യാം. ഇതിങ്ങനെ വഴറ്റിയിട്ട് വെക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലാണ്. അപ്പം നമ്മുടെ മീൻകറിയൊക്കെ ഏകദേശം തിളച്ച് വറ്റാറായി കേട്ടോ. അപ്പോൾ നമ്മുടെ പുട്ടിൻ്റെ ആ പൊടിയും ഇപ്പം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇപ്പം അത് അങ്ങ് ഡബിളായി. അപ്പോൾ അത് നല്ല ഒരു ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്നത് ഇറച്ചിയിലേക്ക് അതൊന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലാണ്. ഇതിലേക്ക് എന്നിട്ട് പുട്ടുപൊടിയിലേക്ക് ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് ഇതാക്കുകയാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇഡ്ഡലി പാത്രത്തിൽ ഇത് കംപ്ലീറ്റ് ആയിട്ടിട്ട് വേവിച്ചെടുക്കാന്ന്, പുട്ടുണ്ടാക്കി എടുക്കാന്നാണ് വിചാരിച്ചത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തത്. പിന്നീട് വിചാരിച്ചു എന്തായിരുന്നിരുന്നാലും നമ്മൾ ചെയ്യുമല്ലേ, അപ്പം അതിൻ്റെ ഭംഗിയിലും വൃത്തിയിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പുട്ട് അതിൽ എന്താ പറയുന്ന പുട്ടിൻ്റെ ആ പാത്രത്തിൽ തന്നെ ഞാൻ പുട്ടുണ്ടാക്കി എടുക്കുക ചെയ്തത് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഈ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഒക്കെ വഴറ്റി എടുത്തിട്ടുണ്ട്. അതിനുശേഷം മസാല ചേർക്കുകയാണ്. മല്ലിപ്പൊടി, മുളക് പൊടി അധികം ചേർത്തിട്ടില്ല കേട്ടോ, മുളക് പൊടി കുറച്ചേ ചേർത്തിട്ടുള്ളൂ. പിന്നെ കുരുമുളക് പൊടിയാണ് കേട്ടോ കുറച്ച് കൂടുതൽ ചേർക്കുന്നത്. എനിക്ക് കിട്ടിയിരിക്കുന്ന കുരുമുളകിനും അതെ എരിവ് വളരെ കുറവാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തിട്ട് അത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുവാണ് കേട്ടോ, എൻ്റെ സ്മെല്ല് പോകുന്നത് വരെ. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേലും ഈ ബീഫ് കറി ഭയങ്കര ടേസ്റ്റാണേ. പിന്നെ കറിയൊക്കെ ഇങ്ങനെ സാധാരണ നമ്മൾ ബീഫ് വയ്ക്കുമ്പോഴത്തേല് വെള്ളം ഇങ്ങനെ സെപ്പറേറ്റ്, ബീഫ് സെപ്പറേറ്റ് അങ്ങനെയൊക്കെ അല്ലേ കിടക്കുന്നത്. പക്ഷെ ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോഴേക്കും നല്ല ഗ്രേവി, കട്ടിയുള്ള ഗ്രേവി കിട്ടാറുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ബീഫ് ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്തു. തക്കാളി ഇടാനായിട്ട് ആദ്യം മറന്നുപോയി കേട്ടോ. തക്കാളി ഇട്ട് ഇളക്കി ഒന്ന് ഇതാക്കിയിട്ട് വേണമായിരുന്നു ബീഫ് ഇടേണ്ടിയിരുന്നത്, ഞാനത് മറന്നുപോയി. എന്നിട്ട് അവസാനമാണ് തക്കാളി ഇട്ടത്. പക്ഷെ ഇങ്ങനെ ഇട്ടത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മളിത് വേവിച്ചെടുക്കുമ്പോഴത്തേല് കറക്റ്റായിട്ട് വെന്ത് കിട്ടിക്കോളും കേട്ടോ. അപ്പം മുളക് പൊടി വളരെ കുറവ് പോലെ തോന്നിയതുകൊണ്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇതിലേക്കും ഒഴിക്കുന്നത് നന്നായിട്ട് തിളപ്പിച്ച്, ഞാൻ എപ്പോഴും കുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ആ കെറ്റിലിൽ വെള്ളം കുറച്ച് കൂടുതലായിട്ട് തിളപ്പിച്ചിടാറുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഈ കറിയിലൊക്കെ ചേർക്കേണ്ടപ്പോൾ അതിൽ വെള്ളം ചൂടുവെള്ളം തന്നെ ചേർക്കാമല്ലോ, ഓരോ പ്രാവശ്യം വെള്ളം പിന്നെ തിളപ്പിക്കാൻ നിൽക്കണ്ട. അപ്പം നിങ്ങൾക്കൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വെള്ളം കുറച്ചൊന്ന് തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാലായിട്ട് കറിയൊക്കെ വെക്കുമ്പോൾ അത് ഈസി ആവും കേട്ടോ. അപ്പം നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് പുട്ടുണ്ടാക്കാനായിട്ട് ഞാൻ പുട്ടിൻ്റെ ആ പാത്രത്തിലേക്ക് പുട്ടിൻ്റെ മാവങ്ങ് നിറക്കി. ഇങ്ങനെ ഇപ്പോൾ തേങ്ങയും കൂടെ ഇട്ട് കുഴച്ചത് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു കേട്ടോ. അപ്പം ഇനി ഞാൻ പുട്ടുണ്ടാക്കുമ്പോഴത്തേലും എനിക്ക് മനസ്സിലായി ഇങ്ങനെ തേങ്ങയും കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ പുട്ടുപൊടി നനച്ച് വെച്ചതിന് ശേഷം പുട്ടുണ്ടാക്കാനാണെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് തോന്നി. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം തേങ്ങ പിന്നെ മാവ് അങ്ങനെ ഇടുന്നതിനേക്കാളും ഇത് ഭയങ്കര ഈസി ആയിട്ട് തോന്നി കേട്ടോ. ഈ പുട്ട് കൂടെ അടുപ്പത്ത് വെച്ചതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത് ഇറച്ചിയിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല എന്ന്. അപ്പം ഞാനത് തുറന്ന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ പുട്ടൊക്കെ ഇതാ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല നല്ല സോഫ്റ്റ് ഭയങ്കര ടേസ്റ്റുമായിട്ടുള്ള പുട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ഇതും കൂടെ, അപ്പം ഞങ്ങൾ ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രം ആയിട്ടുള്ളതാണ്. അപ്പോൾ രണ്ടുപേർക്കും ഉള്ള പുട്ടും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം എൻ്റെ ഈ വീഡിയോസൊക്കെ ഇപ്പം ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ എൻ്റെ പേര് ഷിബി എന്നാണ്. ഞങ്ങളിവിടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ് താമസിക്കുന്നത്. എനിക്ക് 2 മക്കൾ ആണുള്ളത്, 2 പെൺകുട്ടികൾ. ഒരാളുടെ കല്യാണം കഴിഞ്ഞു. അവർ മൂത്ത മോളും ഹസ്ബൻഡും ഇളയ മോളും എല്ലാവരും കാനഡയിലാണ് കേട്ടോ സെറ്റിൽഡ്. ഇവിടെ ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് ഞങ്ങളുടെ കാര്യം. അപ്പോൾ ഈ പുതിയതായിട്ട് വീഡിയോ കാണുന്നവർക്ക് അറിയത്തില്ലല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പം നമ്മുടെ ബീഫ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് കുറച്ചു നേരം കൂടി ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും കണ്ടോ കറിയൊക്കെ നന്നായിട്ട് ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. അപ്പം കറിയൊക്കെ പിന്നെ ഞാൻ പ്രത്യേകം വിളമ്പി പുട്ടൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിൽ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ കുളിക്കാനായിട്ട് പോയി കേട്ടോ. അപ്പോൾ കറിയൊക്കെ നല്ല
ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ പോയി കുളിച്ച്, എനിക്ക് ഇന്ന് വേറെ 1-2 സ്ഥലത്തൊക്കെ പോകാനുണ്ട്. അപ്പോൾ പോയി കുളിച്ചിട്ടൊക്കെ വന്നു കേട്ടോ. അപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ട് ഞാനൊന്ന് പെട്ടെന്ന് റെഡിയാവാൻ പോവാണ്. അപ്പോൾ ചെറുതായിട്ടൊരു ഗെറ്റ് റെഡിയേ ഉള്ളൂ. അപ്പോൾ അതും കൂടി ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം കുളിച്ച് വന്ന് മുടിയൊക്കെ ഉണക്കിയതിന് ശേഷം ആദ്യം ഞാൻ മുഖത്ത് പുരട്ടുന്നത് മോയ്സ്ചറൈസറാണ് കേട്ടോ. ഈ മോയ്സ്ചറൈസർ കൊറിയൻ ഒരു മോയ്സ്ചറൈസറാണ്. ഞാനിതൊക്കെ ഓൺലൈനിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. അതിൻ്റെ പേര് ഞാൻ നോക്കിയില്ലായിരുന്നു. നോക്കിയിരുന്നാലും അതിൽ ഭയങ്കര ചെറുതായിട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതിനുശേഷം കുറച്ച് ഞാൻ സൺസ്ക്രീനും കൂടി ഒന്ന് പുരട്ടി. അതും ഞാൻ എല്ലാം ഇങ്ങനെ ഓൺലൈനിൽ നിന്ന് മേടിക്കും, അല്ലെങ്കിൽ മക്കള് പുറത്തുനിന്ന് എനിക്ക് കൊടുത്തു വിടുന്ന ക്രീംസുമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അല്ലാത്ത ക്രീംസ് ഒന്നും ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ. അതിനുശേഷം ഒരു അല്പം സ്ട്രോപ്പ് ക്രീമും കൂടെ ഞാനൊന്ന് മുഖത്ത് പുരട്ടിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ ഇടുന്നത് കോമ്പാക്ട് പൗഡറും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുവാണേ. സാധാരണ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോഴേ ഇങ്ങനെയൊക്കെ നന്നായിട്ട് ഒന്ന് ഒരുങ്ങിയൊക്കെ പോകാറുള്ളൂ. പണ്ടത്തെ എൻ്റെ വീഡിയോസ് കണ്ടാൽ അറിയാം ഞാൻ ഒരു മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത്. അപ്പം എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേല് നല്ലതായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് പോകും. അല്ലാതെ പുറത്തൊക്കെ പോകുമ്പോഴത്തേല് ലൈറ്റായിട്ട് ഇങ്ങനെ ഒന്ന് കോമ്പാക്ട് പൗഡർ ഇടും, ഇച്ചിരി സ്ട്രോപ്പ് ക്രീം ഇടും, ഇത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ പിന്നെ കൺസീലർ പരിപാടികൾ, അങ്ങനത്തെ ഫൗണ്ടേഷൻ ഇതൊന്നും ഞാൻ ഉപയോഗിക്കത്തില്ല കേട്ടോ. പിന്നെ എനിക്ക് ഐബ്രോസ് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് ഐബ്രോസ് ഒന്ന് ഐബ്രോ ജെല്ല് കൊണ്ട് ഒന്ന് ഫില്ല് ചെയ്യുവാണേ. അതിനുശേഷം ലിപ് ബാം ആണ്. ഭയങ്കരമായിട്ട് ചുണ്ട് ഡ്രൈ ആയിട്ട് എപ്പോഴും ഇങ്ങനെ തൊലി പോകുന്ന ഒരു അവസ്ഥയുണ്ട് കേട്ടോ എൻ്റെ ചുണ്ടിന്. അതുകൊണ്ട് ലിപ് ബാം എവിടെ, എൻ്റെ റൂംസിൽ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ ലിപ് ബാം വെച്ചിട്ടുണ്ട്. എൻ്റെ ബാഗിലൊക്കെ ലിപ് ബാം വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എപ്പോഴും എനിക്ക് ലിപ് ബാം അത്യാവശ്യമാണ്. അങ്ങനെ ലിപ് ബാം പുരട്ടിയിട്ട് പിന്നെ എൻ്റെ തലയിൽ ഞാൻ ഇപ്പം തേക്കുന്ന എൻ്റെ തലയിൽ തേക്കാനുള്ള ഒരു മരുന്നാണ് കേട്ടോ. മുടി ഭയങ്കര കൊഴിച്ചിലായതുകൊണ്ട് ഡോക്ടർ എഴുതി തന്നിരിക്കുന്ന ഒരു സിറം ആണ് കേട്ടോ. തലയിൽ കുളിച്ച് കഴിഞ്ഞിട്ട് പുരട്ടാനുള്ളതാണ്. അപ്പോൾ അതും പുരട്ടിയിട്ട് കുളിച്ച് കഴിഞ്ഞാൽ ഉടനെ തലയൊന്നും കെട്ടാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾക്ക് പോകാൻ സമയമായതുകൊണ്ട് ഞാൻ വേഗം തലയും കൂടി ഒന്ന് ചീകി കെട്ടി കേട്ടോ. അപ്പോൾ ഇത് തലമുടിയൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ട് ഇതാണ് എൻ്റെ ഒരു എന്താ പറയുന്നത്, പുറത്ത് പോകാനായിട്ട് ഉള്ള ഒരു മേക്കപ്പ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വേറെ കൂടുതൽ മേക്കപ്പും കാര്യങ്ങളും ഒന്നുമില്ല, ഇത്ര തന്നെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ നേരെ പോയത്, ഒരു ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, കൊച്ചുപള്ളിയിലേക്ക്. എല്ലാ ബുധനാഴ്ച ദിവസങ്ങളിലുമാണ് ഞങ്ങൾ കൊച്ചുപള്ളിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് നെയ്യാറ്റിങ്കര നെയ്യാറ്റിങ്കരയ്ക്ക് അടുത്ത് കൊടങ്ങാവിള എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഈ കൊച്ചുപള്ളി ഉള്ളത്. അപ്പോൾ ഈ കൊച്ചുപള്ളിയിലേക്ക് ഇങ്ങനെ എല്ലാ ബുധനാഴ്ചയും വരും. ഭയങ്കര അത്ഭുത പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന പള്ളിയാണ്. എന്ത് അസാധ്യ കാര്യങ്ങളുണ്ടെങ്കിലും അവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാലായിട്ട് അത് നടക്കാറുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പള്ളിയിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കൊച്ചുപള്ളി. അപ്പോൾ അതിൻ്റെ അകത്ത് ഹാരം ഇട്ട് വെച്ചിരിക്കുന്നതിൻ്റെ അകത്താണ് ഇതാണ് അവിടുത്തെ അന്തോണീസ് പുണ്യാളൻ്റെ രൂപം. ഇത് തിരുശേഷിപ്പും അവിടെ അന്തോണീസ് പുണ്യാളൻ്റെത് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം വന്നിട്ട് എനിക്ക് മെഴുകുതിരി കത്തിക്കാമെന്ന് നേർച്ചയുണ്ടായിരുന്നു. അങ്ങനെ വന്ന് മെഴുകുതിരി അവിടുന്ന് മേടിച്ച് മെഴുകുതിരിയൊക്കെ കത്തിക്കുകയാണ് കേട്ടോ. അപ്പൊ ഈ പള്ളിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാലായിട്ട് ജാതിമത ഭേദമന്യേ ഒരുപാട് എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനികളെക്കാളും കൂടുതൽ അല്ലാത്ത മതസ്ഥര് വന്നിട്ടാണ് അവിടെ പ്രാർത്ഥിക്കുന്നത്. കാരണം അത്രയ്ക്ക് അത്ഭുതമാണ് അവിടെ നടക്കുന്നത്. ഞങ്ങൾക്കാണെങ്കിൽ ഒരുപാട് 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 അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അന്തോണീസ് പുണ്യാളനെ അറിയപ്പെടുന്നത് തന്നെ അത്ഭുത പ്രവർത്തകൻ എന്നാണ്. അതുപോലെ തന്നെയാണ് അത്ഭുതം അവിടെ നടക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഞാനിങ്ങനെ റിസോർട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ റിസോർട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേല്
എനിക്ക് അവർ അലോട്ട് ചെയ്തിരിക്കുന്ന റൂം ഇതാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡിൻ്റെ കൂടെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന റിസോർട്ടാണിത്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം എനിക്ക് നെയ്യാറ്റിൻകര വന്നിട്ട് തിരിച്ചു പോകാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് അലോട്ട് ചെയ്ത റൂമാണിത്. അതിൻ്റെ അകത്ത് പൂളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് റൂമിൻ്റെ അകത്ത് പൂള് കണ്ടു കഴിഞ്ഞപ്പോഴത്തേല് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം എനിക്ക് വെള്ളം കുറച്ച് പേടിയുള്ളതാണ്. എന്നിട്ട് ഈ പൂളും എല്ലാം കൂടി ആയി കഴിഞ്ഞപ്പോഴത്തേല് ഭയങ്കരമായിട്ട് ഒരു പേടിയായിപ്പോയി. എന്നിട്ട് അത് വാഷ്റൂമാണ്. അതിനുശേഷം ഒരു സിറ്റ് ഔട്ട് പോലെയുണ്ട് പുറത്ത്. അതിൻ്റെ ഇതാണ് ബെഡ്റൂം. നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നതാണ്. പ്രീമിയം സ്യൂട്ടാണ്. ഒത്തിരി ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു അന്നത്തെ അവിടുത്തെ സ്റ്റേ. പക്ഷെ എനിക്ക് ആകെ ഒരു പേടി, ആ പൂള് മാത്രം കുറച്ച് പേടിച്ചു പോയി. വെള്ളം ഇങ്ങനെ എനിക്ക് വളരെ ചെറുപ്പം നാൾ മുതൽ എനിക്ക് വെള്ളം കുറച്ച് പേടിയാണ് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പം നമ്മൾ താമസിക്കുന്ന ഇതിൻ്റെ അകത്തോട്ട് തന്നെ ആ പൂള് കണ്ടു കഴിഞ്ഞപ്പോഴത്തേല് ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം വൈകിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ ഞങ്ങൾ വെട്ടുകാടിലേക്കാണ് വന്നത് കേട്ടോ. അപ്പോൾ ഈ ബുധനാഴ്ച ദിവസം തന്നെ ഞങ്ങൾ വെട്ടുകാടും വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ക്രിസ്തുരാജനെ കണ്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ ആണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ എന്താ പറയുന്നത്, ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ വീഡിയോ എൻ്റെ ഈ ചാനൽ ഗ്രോ ചെയ്യാനുള്ള ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് താങ്ക്സ്. ഇനിയും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഞങ്ങളും വെട്ടുകാട് പോയിട്ടും അവിടെയും മെഴുകുതിരിയൊക്കെ കത്തിച്ചു കേട്ടോ. അവിടെയും പോയി കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.